എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത്തവണത്തെ ഏറ്റവും നല്ല ചലച്ചിത്ര സംവിധായകനുള്ള അവാർഡാണ്. ആർക്ക്? ഇവനോ? ഇതല്ലേ നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞത്? എനിക്കല്ല, ഇതെൻ്റെ മച്ചാനെ കിട്ടിയത്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മച്ചാൻ. ഇത് വാങ്ങി പുറത്തോട്ടിറങ്ങിയപ്പോൾ ഈ ലോകം പിടിച്ചടക്കിയെന്നാണ് തോന്നിയത്. നിങ്ങൾക്കാർക്കും മച്ചാനെ അറിയാൻ തരവില്ല. എന്തായാലും സിനിമയും കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല. കാരണം സിനിമ 2 ദിവസമേ തിയേറ്ററിൽ കളിച്ചുള്ളൂ, അതും ആകെ 6 തിയേറ്ററിൽ. മച്ചാൻ അങ്ങനെ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് ഒരാഴ്ചയെങ്കിലും ഓടിയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞ 2 പാട്ട്, 2 സ്റ്റണ്ട്, ഇച്ചിരി പീസ്. ഇയാൾക്കും മറ്റേത് നടക്കാതെ സൂക്കേടാ. എന്തെങ്കിലും പറഞ്ഞോ? ഒരു നല്ല സിനിമ ചെയ്യാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നല്ല സിനിമ എന്നിട്ട് എന്തായി? എന്റെ കയ്യിലിരുന്ന പണം കൊണ്ട് തൊലച്ചപ്പോ സമാധാനായില്ലേ? ഇറങ്ങി പോയിക്കോ എന്റെ മുമ്പിൽ നിന്ന്. മച്ചാൻ ഡ്രാമകളിലൊക്കെ പോയി പഠിച്ചതാ. പടം തുടങ്ങും മുമ്പ് പ്രൊഡ്യൂസർ പറഞ്ഞ ഇതേ കാര്യം ഞാനും പറഞ്ഞതാ. സിനിമയെന്ന് പറയുമ്പോൾ അതിന് ചില നമ്പറൊക്കെ വേണ്ടേ? സോങ്, ഫൈറ്റ്, കോമഡി, അങ്ങനെ ടോട്ടൽ കളർഫുൾ ആക്കണ്ടേ? ഇത് വെറും ഒരു സിനിമയല്ല ശരത്തെ. ഈ കടലാസിലെ കഥാപാത്രങ്ങൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. നീ നിഴല് കണ്ടോ? ഇത് നിനക്ക് കളർഫുൾ ആക്കാൻ കഴിയോ? ഇതാണ് സത്യം. ഈ നിഴലുകളാണ് എൻ്റെ കഥാപാത്രങ്ങൾ. അവിടെ നിന്റെ മനസ്സിലെ സിനിമയുടെ മായിക വർണ്ണങ്ങളൊന്നും കണ്ടെന്നു വരില്ല. അപ്പോ ഇത് മുഴുവൻ സംഭവിച്ചതാണോ? ഗുഡ് നൈറ്റ്. ഒരു വട്ടം വായിച്ചതാണെങ്കിലും അന്ന് ഞാൻ വീണ്ടും വായിച്ചു. എഴുതി വെച്ചതിൽ അത്രത്തോളം സത്യമുണ്ട്. അതിലെ കഥാപാത്രങ്ങൾ ദാ ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അലീന, സുധാകരൻ, പ്രതാപവർമ്മ, സൈനബ. അസിസ്റ്റ് ചെയ്യാനെത്തിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂവെങ്കിലും ഒരു ജന്മത്തിൻ്റെ ആത്മബന്ധമുണ്ട് എനിക്ക് മച്ചാനുമായിട്ട്. നമ്മെ കൊച്ചു പേടിപ്പിച്ചതാ. എന്തോ നട പേടിച്ചതല്ല, ഇതൊക്കെ എൻ്റെ ഒരു നമ്പറല്ലേ മച്ചാൻ. മനസ്സിലായി. ഞാൻ അങ്ങനെ പേടിക്കും. ചിഞ്ചു അങ്കിളിനോട് സോറി പറ. അതൊന്നും വേണ്ട. അങ്കിള് പേടിച്ചൊന്നുമല്ല, ചുമ്മാ ഒരു ആക്ടിങ്. മനസ്സിലായി. എന്റെ മമ്മിക്ക് ദേഷ്യം വരുമ്പോ ഡാഡി ഇങ്ങനെ പേടിക്കുന്നേ. എന്റെ കയ്യിൽ മുട്ടായി ഉണ്ട്, അങ്കിളിന് വേണോ? ചിഞ്ചു ഒന്ന് വെറുതെ ഇരിക്ക്, ശല്യപ്പെടുത്താതെ. അവാർഡ് വാങ്ങി തിരിച്ച് വീട്ടിൽ പോവാതെ എങ്ങോട്ടായി പോക്ക്? മറ്റു വല്ല ആഘോഷങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡി. നമ്മൾ കാണാൻ പോവുകയാ നമ്മുടെ കഥാപാത്രങ്ങളെ ജീവനോടെ. മച്ചാൻ ഓരോന്ന് പറയുമ്പോഴും എല്ലാം സിനിമയിലെ ഫ്ലാഷ് ബാക്ക് പോലെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ ശ്രീ പ്രതാപവർമ്മ സാർ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സഹായധനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പ്രതാപവർമ്മ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ശരി മോനെ, അമ്മയ്ക്ക് സന്തോഷമായി. നന്നായി. നന്നായി വരും. ബഹുമാന്യരെ, ദരിദ്രരായ ഈ ജനങ്ങളെ കാണുമ്പോൾ എന്റെ മനസ്സ് തകരുന്നു. ദരിദ്രരില്ലാത്ത കേരളം, അതാണ് എന്റെ സ്വപ്നം. വാടക ഞങ്ങൾ തന്നു തീർത്തോളാം. ഞങ്ങളെ ഇറക്കി വിടല്ലേ. മാറിക്ക്. ഞങ്ങൾ പിന്നെ എവിടെ പോവും? മാറിക്കല്ലേ പറഞ്ഞത്. നിന്റെ തലയിൽ ഇടുത്തി വീടും ദുഷ്ട. ഈ തലയിൽ വീഴാൻ ഇടുത്തിക്ക് പോലും പേടിയാടി. പണം എണ്ണി വാങ്ങുമ്പോ ഞാൻ ദൈവം, തിരിച്ചു ചോദിച്ച പിശാച് അല്ലേ? പണം കൊണ്ടുവരുമ്പോ താക്കോല് തിരികെ തരാം. ഇതിത്തിരി കോഴി ബിരിയാണിയാ. റംലയുടെ മൂന്നാമത്തെ കുട്ടിയുടെ സുന്നത്തായിരുന്നു. ഇങ്ങോട്ട് കയറിയിരിക്കേ. അന്റെ മരുവള് വീട്ടിൽ നിന്ന് പോയിട്ട് ദിവസം കുറച്ചായല്ലോ. എന്തേലും കുഴച്ചിലുണ്ടാ സൂറ? എന്റെ പൊന്നെത്താ, സഹിച്ച് ഞാൻ മടുത്ത്. നിക്കിട്ട് അവിടെ കുറച്ചു ദിവസം, എന്നാലേ പഠിക്കൂ. സൈനുനെ ഡോക്ടറെ കാണിച്ചാ? എന്റെ കുടുംബത്തിൽ ആരും 5 കുറയാതെ പെറ്റിട്ടില്ല. എന്റെ പെൺകുട്ടിയൊക്കെ ഉണ്ട് മുറ്റം നിറയെ കുട്ടികളും മക്കളും. ഓളുടെ മട്ടുമാതിരി കണ്ടാ തോന്നും കൊഴപ്പമുയ എന്റെ മോൻ ജബ്ബാറിന്റെ ആണെന്ന്. ദാ സൂറ ഉണ്ടെന്നതാ. റംലയുടെ മൂന്നാമത്തെ കുട്ടിയുടെ സുന്നത്താ. നീ വിഷമിക്കണ്ട സൈനു, ദൈവത്തിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്ക്. അല്ലെങ്കിൽ എത്രയോ പോംവഴി വേറെയുണ്ട് അല്ലേ സൂറ? ഇത് നോക്ക്, സൈനുവിനെ കാണാൻ ചന്തയില്ലേ പെണ്ണിന്. സ്വത്തും മുതലും ഒക്കെ വേണ്ടത്ര ഉണ്ട്. ഇതാർക്ക് വേണ്ടിയാ താത്ത? എന്റെ ജബ്ബാറിന് വേണ്ടി തന്നെ. ഇനിയിപ്പോ പുറത്താരോടും പറയണ്ട. 1 അല്ല 9 കെട്ടുള്ള ആരോഗ്യം എന്റെ മോൻ ജബ്ബാറിന് ഇപ്പൊ ജബ്ബാർ ഇതിന് സമ്മതിക്കോ? അല്ല ചോദ്യം. ഓൻ ഈ ഹിമാറിനെ കാണു തന്നെ വെറുപ്പ. അത്തരം ചതിയല്ലേ ഓളും വീട്ടുകാരും ഓനോട് ചെയ്തത്. ഇനി 2 ലക്ഷം ഉറുപ്പ്യ കിട്ടാൻ ബാക്കിയുണ്ട്. ഈ ബിലീസു ഒരുത്തേം കൂടി വന്ന് കേറിയാലേ ഓള് പോവുകയാണെങ്കിലാണ് പോട്ടേന്ന്. പോയിട്ട് വല്ലതും തിന്ന് കേറി കിടക്കാൻ കഴിവുള്ളവരാണാ.